എന്താണ് നീച്ചാണി? നീച്ച് എന്താ നിനക്ക്? നീച്ച് നീച്ചാണി നീച്ച്. വടി പിടിച്ചോളി വരും ഇവിടെ കുത്തിരുന്നാണി ഇവിടെ ഇരുന്നാണി ഇവിടെ. എന്താ കാക്ക നിങ്ങൾ ഇവിടുന്ന് വരുന്നത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? എന്താണ് നിങ്ങളെ പ്രശ്നം? മനെ എനിക്ക് ആരുമില്ല മനെ, എനിക്ക് ആരുമില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാനിങ്ങനെ അലഞ്ഞ് നടക്കുക. ആരെങ്കിലും തന്നാലും കിട്ടും, ഇല്ലെങ്കില്ല. നിങ്ങൾ കാര്യമില്ല പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. എന്തെങ്കിലും പൈസ തരും മക്കളെ, തരും. നിങ്ങൾക്ക് വെള്ളം വേണോ? വെള്ളം കുടിക്കണോ? സർവത്ത് വെള്ളം കുടിക്കോ? സർവത്ത് കുടിക്കോ? പറ്റൂല. അവിടെ കുത്തിരിക്കട്ടോ, ഞാൻ വെള്ളം ഉണ്ടാക്കട്ടോ. ഇപ്പൊ ഉണ്ടായി തരാം. കാക്കാ ഇതാക്കണേ, ഈ വെള്ളം കുടിച്ചാണ്. കാക്ക നിങ്ങൾ എവിടേക്കാ പോകണത്? എവിടെ നിങ്ങളെ പേരാ? നിങ്ങൾക്ക് ആരും ഇല്ലേ? മക്കളൊന്നുമില്ലേ നിങ്ങൾക്ക്? കുട്ടിയെ സാരില്ല കുട്ടിയെ, ഞാൻ ഒറ്റക്കാണ്. ഞാനിങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാ കുടിച്ചും, ഇല്ലെങ്കിൽ പട്ടിണിയാണ്. ഇപ്പൊ 2 ദിവസമായി വെള്ളം കിട്ടി. വളരെ ഉപകാരം. നിങ്ങൾക്ക് അറിയണ്ട, വെള്ളം കുടിക്കേ, പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. വളരെ ഉപകാരം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പൈസ വെച്ചോളി. എൻ്റെ അടുത്ത് കൂടുതലൊന്നും തരാനില്ല, ഇതന്നെ ഉള്ളൂ. ഞാൻ കൂടുതലും സഹായിച്ചാൻ കഴിയൂല. അത് വെച്ചോളി അല്ല അത് വെച്ചോളി. വേണ്ട അത് വെച്ചോളി. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് പിടിച്ചോളി. അതൊന്നും പ്രശ്നമാക്കണ്ട. നിങ്ങൾക്ക് അറിയാതെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിക്കോളി. എവിടെ കഞ്ഞി പോണേ? നിങ്ങള് പോകാനൊന്നും ഇല്ല കുട്ടിയെ, ഞാനിങ്ങനെ നടക്കുകയാണ്. കയ്യൊന്ന് പിടിച്ചോ കുട്ടിയെ. പോകൂല, ഇനി ഇങ്ങനെ നടന്നു പോകൂലേ? ഒറ്റക്ക് പോകൂലേ? എന്നാ പോയിക്കോളി. ഇനി എന്തെങ്കിലും വരുമ്പോഴേ ഇങ്ങോട്ട് വരും വേണ്ടിട്ടോ. ഓക്കെ, വളരെ ഉപകാരം കുട്ടിയെ, വളരെ ഉപകാരം. ആയിക്കോട്ടെ, അങ്ങനെ ഒരിക്കലും മറക്കൂല. ഇത് ഈ വഴിക്ക് വരുമ്പോ വരുവേണ്ടി പോട്ടോ. ആ ശരി. എന്ത് ബടി, എന്താ ആ ചെങ്ങായി പാവം. അവൻ്റെ 500 പോയി. 2 മിനിറ്റ് കൊണ്ടാണ് 500 റുപ്യ. കൂലിപ്പണിക്ക് പോയാലേ വൈകുന്നേരം വരെ കൈക്കൂട്ടത്തി എന്താ ഒന്നും കിട്ടൂല. ഇതൊരു 2 ആളടുത്ത് പോയ 1000 ഒരു ദിവസം 10 റുപ്യ ഉണ്ടാക്കാം. നമ്മുടെ കളി. കാക്ക അവിടെ നിന്നാണ്. കാക്ക നിങ്ങളല്ലേ രാവിലെ വന്നുകാണ്ട് സുഖമില്ലാത്ത ഒരാളായിക്കാണ്ട് വന്നുകാണ്ട് ഇഞ്ഞിരുന്ന് പൈസയും വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ടത് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുകാണ്ട് നിങ്ങൾ എവിടെ നിൽക്കി? അവിടെ നിൽക്കി. എന്തേലും നിങ്ങളെ പ്രശ്നം? ഇതിന് നിങ്ങൾ ഒന്നുമില്ല ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ പൈസ വാങ്ങിയാണ്ട് നടക്കണേ, അഭിനയിച്ചാണ്ട് നടക്കണേ എന്തിനാ? എത്ര കുട്ടിയൊക്കെ കാട്ടണേ, അവർ തെറ്റ് പറ്റിയതാണ്.
തെറ്റ് പറ്റിയേ എങ്ങനെ തെറ്റ് പറ്റണത്? അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ? അത് തെറ്റ് പറ്റി അറിയാൻ പറ്റുമോ? ഞാൻ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ്. ആ അതെന്താ അങ്ങനെ കാട്ടാൻ കാരണം? എന്താ പറയിച്ച അങ്ങനെ തോന്നി കാട്ടാൻ. ഇപ്പൊ കുറെ കാലമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് നടക്കുക? ഞാനിപ്പോ കുറെ കാലമായിട്ട് തന്നെയാണ്. അതായത് കൂലിപ്പണിയൊക്കെ പോയാൽ വളരെ നയിപ്പല്ലേ. അപ്പൊ ഇതാകുമ്പോ പെട്ടെന്ന് 2 മിനിറ്റ് 500 റുപ്യം 1000 റുപ്യ ആൾക്കാർ തരുന്നുണ്ട്. അത് തന്നപ്പോ ഞാൻ അങ്ങോട്ട് ശീലിച്ചു പോയി. അപ്പൊ നിങ്ങൾ പല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചെല്ലുണ്ടാവുമല്ലോ ഒരു ദിവസം? ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാട്ടുമ്പോ ആൾക്കാർ നല്ലോണം പൈസ തരും. പൈസ തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആവശ്യമായിട്ട് നിങ്ങൾ ജീവിക്കും, കുറെ പൈസ ഉണ്ടാക്കും അതിന്റെ സംഭവം അല്ലേ? കുട്ടിയെ ഇതൊരു കാര്യം മനസ്സിലാക്ക്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോ 500 റുപ്യ തരേ. തീർച്ചയായിട്ടും. അപ്പൊ 4 ആളടുത്ത് പോയി 2000 റുപ്യ തരേ. കൂലിപ്പണി എടുത്ത് എന്താ കിട്ടണേ? വൈകുന്നേരം വരെ കൈക്കോട്ടത്ത് 800 റുപ്യ കിട്ടുള്ളൂ. അപ്പൊ ചിന്തിച്ച് ലാഭമായിട്ട് തോന്നിച്ചു. അപ്പൊ ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയാണ് അതപ്പോ സംഭവിച്ചത്. അതാണ് സംഭവിച്ചല്ലേ? പൊന്നര കാക്ക, നിങ്ങൾ ഈ ഒരു പരിപാടി ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരുമില്ല, ഒന്നുമില്ല, നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, നിങ്ങൾക്ക് സുഖമില്ല എന്ന് കരുതിയിട്ടാണ് ആളുകളില്ലാത്ത പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കിയാണ് തരുന്നത്. ഒരിക്കലും നിങ്ങൾ ആ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. ഒന്ന്, നിങ്ങൾ കൂലിപ്പണി എടുത്തിട്ട് നിങ്ങൾക്ക് 500 റുപ്യ കിട്ടണമെന്ന് വെച്ചാൽ അത് നിങ്ങളെ കുടുംബം പോറ്റുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഹൈറുണ്ടാവും. അല്ലാതെ ആളുകളെ പറ്റിച്ച് ഒരിക്കലും നിങ്ങൾ ജീവിക്കാൻ പാടില്ല. ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകാതെ അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒരുത്തൻ്റെയും ഹക്ക് നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്ട് ശ്രദ്ധിക്കുക. ചെയ്ത തെറ്റിന് അള്ളാഹിനോട് പറഞ്ഞിട്ട് ഇനിയെങ്കിലും കൂലിപ്പണിത്ത് ജീവിക്കുക. ചെയ്യൂലേ? അള്ളാഹ്, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. അള്ളാഹ് പുറത്തു കൊണ്ട് തമ്പുരാനെ പുറത്തു കൊണ്ട് ഞാൻ ഒരിക്കൽ തെറ്റ് ചെയ്യൂല.